ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ മനമുഴലുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 41 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം നമുക്ക് വായിക്കാം. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു, അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. ദൈവമക്കളെ, പകയ്ക്കുന്നുമുണ്ട്, വിരോധമായി സംസാരിക്കുന്നുമുണ്ട്. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു, ഞാൻ എപ്പോൾ വീഴും എന്ന് നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്നവർ. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ഒരു മേഖലയിൽ കൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു, ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, അവർ തകർന്ന് തരിപ്പണമായി പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അവിടെ 9 വാക്യം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു. പിന്നെ ആരാണ് ദൈവമക്കളെ സന്തോഷിപ്പാനുള്ളത്? ഇവിടെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു എന്ന വചനം. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പല ദൈവമക്കളുടെ അനുഭവമാണിത്, അല്ലേ? സങ്കടം വരുമ്പോൾ നമ്മുടെ അരികത്തിൽ നിന്നുകൊണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നവരാരാണേലും ആ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ ആ ചോദിക്കുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ദോഷമായിട്ട് ഉള്ള കാര്യം കേട്ടിട്ട് പ്രചരിപ്പിക്കാൻ വന്നവരായിരിക്കും. അവരുടെ രൂപവും ഭാവവും നമുക്ക് അറിയത്തില്ല. നമ്മുടെ സങ്കടങ്ങളൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരത് അപ്പുറത്ത് കൊണ്ടുപോയി ശത്രുക്കൾ എല്ലാവർക്കും മുമ്പിൽ കൊണ്ട് ഇത് വിതരണം ചെയ്ത് സന്തോഷിക്കുന്നൊരു സമയമുണ്ടാകും. അപ്പോഴായിരിക്കും നമ്മളിത് കേൾക്കുന്നത്, അറിയുന്നത്, അയ്യോ അവരോട് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതും ഒരു സങ്കടം. അപ്പോൾ സങ്കടത്തോട് സങ്കടം കൂട്ടുന്ന ഒരു അനുഭവം അല്ലാതെ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. എങ്കിലും സങ്കടം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വിനയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് നിൽക്കുക ദൈവമക്കൾ. നല്ലത്. നമ്മുടെ സങ്കടങ്ങൾ മുഴുവനും കേൾക്കാൻ എൻ്റെ കർത്താവിനല്ലാതെ സാധിക്കത്തില്ല. ആമേ, സ്തോത്രം. ദൈവവസനിൽ ആരാധിക്കുന്ന മക്കളെ, ആരാധന കൊണ്ട് മാത്രമല്ല നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതാണ് സമാധാനം, സന്തോഷം. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് സങ്കടങ്ങൾ വന്നാൽ, വേദന വന്നാൽ അതൊക്കെ ഒന്ന് പറയാനും അത് പറഞ്ഞാൽ കേൾക്കാനും എൻ്റെ കർത്താവിനല്ലാതെ സാധിക്കത്തില്ല. ആമേ, സ്തോത്രം. നമ്മുടെ മുഴുവൻ ദുഃഖങ്ങളും കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന കർത്താവ്, നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് മനസ്സലിയുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് കണ്ട് കരയണ്ടെന്ന് പറയുന്ന ദൈവം, ഈ ദൈവം ജീവിക്കുന്നല്ലോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് നാളെ നമുക്ക് ഏറ്റവും വലിയ കണ്ണുനീരിന് ഇടം വരും ദൈവമക്കളെ. ആകയാൽ സഹിക്കാനുള്ള മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു എന്നാ വചനം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മളെ കൈവിടാതെ അന്ത്യം വരെ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. നമ്മളെ ഉറച്ച് വിശ്വസിച്ചവരൊക്കെ ശത്രുവിൻ്റെ പക്ഷത്തിൽ നിന്ന് പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ ഹൃദയത്തിലെ വേദന കൂട്ടുന്നൊരു സാഹചര്യമാണ്. സങ്കടപ്പെടേണ്ട ദൈവമക്കളെ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, നമ്മളൊത്തിരി തിരിച്ചറിവ് പ്രാപിക്കാനായിരുന്നു, നമ്മളൊത്തിരി ആത്മാവിൻ്റെ ഫലം കായ്ക്കാനായിരുന്നു. അവിടെ നമുക്കൊന്ന് താഴാൻ ദൈവം ഇടയാക്കുകയായിരുന്നു. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവിൽ തന്നെ ഒരു സമാധാനം കണ്ടെത്തുവാൻ നമ്മളെ ദൈവം ഒരുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് മറികടക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്കും ഇതേ ഒരേ ഒരു നാമമുള്ളൂ, യേശു എന്ന നാമം. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും ദൈവമക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ,
സങ്കടത്തിലിരുന്നു കൊണ്ട്, ഏറ്റവും അധികം സങ്കടത്തിലെ ദുഃഖത്തിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായിക്കുവാൻ ആരുമില്ലാതെ, മനസ്സിൻ്റെ വേദന ഒന്ന് പറയുവാനൊരിടവില്ലാതെ പറഞ്ഞു പോയത് അത് ഏറ്റവും വലിയ ദുഃഖത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും ഇടവന്നിട്ട് ഇന്ന് അധികം ദുഃഖത്തോടുകൂടി ഇന്നിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്ര, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ആരാധനയിൽ പങ്കുചേർന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന എനിക്കൊരാശ്വാസമാണ്. ആ പാട്ടിനകത്ത് എഴുതിയതുപോലെ ഈ ആരാധന മാത്രം എനിക്ക് ആശ്വാസം. അതേന്ന് കർത്താവേ, നിന്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ഇവർ പരാജയപ്പെടുക ആയിരുന്നില്ല. അതേ കർത്താവേ, ജയം നേടുകയായിരുന്നു. ക്രിസ്തുവേശുവിൽ ജയം നേടുകയായിരുന്നു. ആമേ, സ്തോത്രം. ലോകത്തെ ജയിച്ച ജയം നിന്റെ മക്കളും പ്രാപിക്കുകയായിരുന്നു. കർത്താവേ, നിന്നയുടെയും പരിഹാസത്തിൻ്റെ ഒക്കെ നടുവിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഗ്ലോറി, സ്തോത്രം. കർത്താവേ, ആ രക്ഷയുടെ കരം നിന്റെ മക്കളുടെ ശിരസിലേക്ക് ഒന്ന് തൊടണമേ, ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, സ്തോത്രം.